ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കിവിടെ പിള്ളേർക്കെല്ലാം അവധി തുടങ്ങി. അപ്പോൾ അവർക്കൊരു ചെറിയ സംഭവം ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇന്ന് രാവിലെ ട്രൈ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. അപ്പോൾ ഇവിടെ അവധി സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവധി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവധികളുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ക്ലൈമറ്റും സീസൺസും ഇവിടുത്തെ സീസൺസും തമ്മിൽ വ്യത്യാസം. അതായത് നമ്മൾ ഇക്വേറ്ററിൻ്റെ അതർ സൈഡ് ഓഫ് ദി ഇക്വേറ്ററാണ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഡിസംബർ തണുപ്പ് ക്രിസ്മസ് ടൈമിൽ ഇവിടെ ഡിസംബർ തണുപ്പ് ചൂട് ടൈമാണ്. നമ്മുടെ സമ്മർ ടൈം എന്ന് പറയുന്നതാണ് ഡിസംബറിൽ. നമ്മുടെ തണുപ്പ് ടൈം എന്ന് പറയുന്നത് വിക്ടോറിയയിൽ അല്ല ഓസ്ട്രേലിയയിലെ തണുപ്പ് സമയം എന്ന് പറയുന്നത് ജൂലൈയിലാണ്. ജൂലൈയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് ഇവിടെ 0 ഡിഗ്രി മൈനസൊക്കെ ഇപ്പോൾ ഏറ്റവും തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഈ സെക്കൻഡ് ടൈം കഴിഞ്ഞിട്ടുള്ള 2 വീക്സ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസിന് നമുക്ക് അവധി കിട്ടുന്നത് പോലെ ഇവർക്ക് 2 വീക്സ് അവധിയുണ്ട്. അപ്പോൾ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂത്ത 2 പിള്ളേരും വീട്ടിലുണ്ട്. അപ്പോൾ 3 പേരും ഉണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ട്. വൈഫ് രാവിലെ ജോലിക്ക് പോയി. എനിക്കാണ് ബിസിനസ് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചില ഫോൺ കോളുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഇച്ചിരി ഫ്രീ ആണിപ്പോൾ. അപ്പോൾ ഞാൻ ഓർത്തുന്ന രാവിലെ ഒരു ഇവന്മാർക്ക് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ പാൻട്രി ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഞാൻ കണ്ടത്. വൈഫ് ഇതിങ്ങനെ മേടിച്ച് വെക്കാറുണ്ട്. പാൻ കേക്ക് മിക്സാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പാൻ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതാണ്. പണ്ട് ഞങ്ങൾ വന്ന കാലങ്ങളൊന്നും ഇത് അവൈലബിൾ അല്ലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ മൈദ ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് പാൻ കേക്ക് പോലെ ആക്കി അങ്ങനെ കൊടുക്കുമായിരുന്നു. നല്ല ഗോതമ്പിൻ്റെ അട മിക്സ് ചെയ്തിട്ട് തേൻ ഒഴിച്ചൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഒരു 8-10 വർഷമായിട്ട് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടുഡേ ഈസ് വി ആർ ഗോയിങ് ടു മേക്ക് സം പാൻ കേക്ക്സ് ഫോർ ദ യംഗർ വൺ. അതിന് ഇഡലി ഇഷ്ടമാണ്. ഇഡലി 2 എണ്ണം കൂടെ ഉള്ളൂ. മിച്ചം രാവിലെ ഇഡലി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പുള്ളിക്കാർ രാവിലെ കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ബൊമ്മാർക്ക് ഇളയവന് ഈ ഇഡലി തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അവിടുത്തെ പാൻ കേക്ക് കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചു. സോ അതിനുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ ഇതിന് പടത്തിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഇവിടെ ഒരു ലെവൽ കണ്ടോ, ആ ലെവൽ വരെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടത് ഈ ലെവൽ വരെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഷെയ്ക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. പാനിലേക്ക് വെറുതെ ഒഴിച്ച് വെച്ചാൽ മതി. തട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ കുറച്ച് എണ്ണ നമുക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് സിമ്പിളാണ്. നമ്മളിതൊരു ദോശയുടെ കനത്തിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ദോശ ചുടുന്ന പോലെ തന്നെ. ഇന്ന് മുകളവശം ജസ്റ്റ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടുക, എന്നിട്ട് എടുക്കുക. അത്ര ഉള്ള പരിപാടി. ഇവന്മാർ പിന്നെ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിച്ചോളും. ഇതിൻ്റെ കൂടെ ശരിയായിട്ട് പറഞ്ഞാൽ മേപ്പിൾ സിറപ്പ് കൂട്ടിയാണ് കഴിക്കേണ്ടത്. മേപ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മേടിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നില്ല, ഇവിടെ ഞാൻ കണ്ടില്ല, ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ മേടിച്ചിട്ടുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ മേപ്പിൾ സിറപ്പ് എന്ന് പറയുന്നത് ഒരു മേപ്പിൾ എന്ന് പറയുന്ന ഒരു ട്രീ ഉണ്ട്. കാനഡയിലും അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളൊക്കെ കാണുന്ന ഒരു മരമാണ്. മേപ്പിൾ എന്ന് പറയും. ഇവിടെയും പലയിടത്തും ഉണ്ട് മേപ്പിൾ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് തണുപ്പ് ഉള്ള സ്ഥലത്തേ ഇത് വളരത്തുള്ളൂ. അതിൻ്റെ കറയാണ് നമ്മുടെ ഈ റബ്ബറിൻ്റെ ഒക്കെ കറ ഊറ്റിയെടുക്കുന്ന പോലെ ഇതിലേക്കൊരു കുഴലടിച്ച് ഇറക്കിയിട്ട് എന്നിട്ടൊരു കുപ്പി പോലെ ഒരു സാധനം അത് ഫിറ്റ് ചെയ്ത് അവിടെ ഇട്ടേക്കും. അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേന് അത് എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ മേപ്പിൾ സിറപ്പാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും രുചി. നമ്മുടെ തേനൊക്കെ പോലെ തന്നെ മധുരം ഉണ്ടാകും. മധുരം എന്ന് പറഞ്ഞാൽ അത്രയും മധുരമില്ല, എന്നാൽ ഒരു ചെറിയ മധുരവും ചെറിയൊരു കമർപ്പും ഒക്കെ കൂടി ഇതിൻ്റെ കൂടെ കറക്റ്റ് ജോയിനായിട്ട് പോകുന്ന സാധനം. ഇത് ട്രഡീഷണൽ ഒരു ഫുഡാണ്. വളരെ 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 വർഷങ്ങളായിട്ട് നേറ്റീവ് അമേരിക്കൻസ് മുതൽ റെഡ് ഇന്ത്യൻസ് മുതൽ എല്ലാവരും കഴിക്കുന്ന ഫുഡാണിത്. നല്ല നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് മധുരം ഞാൻ കൂടുതൽ കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഞാൻ ട്രൈ ചെയ്യാറില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല രുചിയേറിയ പാൻ കേക്ക് റെഡിയാണ്. അപ്പോൾ അവന് ഒത്തിരി ഉണ്ടാക്കുന്നില്ല, 3 ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യും. പക്ഷേ ഒത്തിരി ദിവസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. മാക്സിമം 2 ഡേയ്സിനുള്ളിൽ അത് യൂസ് ചെയ്തില്ലെങ്കിൽ ഡിസ്പോസ് ചെയ്ത് കളയാം. ഇത് ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഞാൻ 3 എടുത്തിട്ട് ഏകദേശം ഇനിയും ഒരു 8, 10, 12 ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞത്. അപ്പോൾ 10-15 ആയിരിക്കും എൻ്റെ ഒരു കണക്കെന്ന് തോന്നുന്നത്. അപ്പോൾ അതാണ്. പിന്നെ നിങ്ങളെ ഇന്നൊരു കാര്യം എനിക്ക് കാണിക്കാനുണ്ട്.
കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയുടെ ഒരു റിസൾട്ട് ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളെ കാണിക്കാനുണ്ട്. അങ്ങോട്ട് പോകാം നമുക്ക്. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ സന്താനം. അവനാണ് ഞാൻ കൊണ്ട് പാൻകേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ what do you think about the pancake, baby? Good, tasty, and like the sugary taste. Yeah, is it good? You like it? Yeah. How much you like pancake? Like a lot. A lot? If you think about idli and pancake, which one you like better? Both. Both? Alright. അവൻ പയ്യെ കമ്പ്യൂട്ടറിൽ അവൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ കൊണ്ട് പാൻകേക്ക് വെച്ച് കഴിക്കുകയാണ്. സാറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേന് ഞാനതിന് വലിയ പിടി പിടിക്കാറില്ല. പക്ഷേ ലഞ്ചും ഡിന്നറും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള നിർബന്ധമുണ്ട് എനിക്ക്. ഞാനങ്ങനെ പറയാറുണ്ട്. പിള്ളേർക്കൊരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പാൻകേക്ക്. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ആ സംഭവം ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഏതാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സംഭവം എന്തോ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കുറേ ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയാണ് ഒരു ട്രെയിലർ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി സെല്ല് ചെയ്യുന്നുള്ളത്. ആ ട്രെയിലർ ഇവിടെയാണ് കിടന്നത്. അപ്പോൾ അതാണ് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ അത് സെല്ലായി. ഞാൻ $750 ചോദിച്ചത്. അതിനൊരു $100 കുറച്ച് ആൾക്കാർ വന്ന് എടുത്തിട്ട് പോയി. 650 രൂപയ്ക്ക് സാധനം കൊണ്ടുപോയി. അവർ മെൽബണിൽ നിന്നാണ് വന്നത്. അപ്പോൾ മെൽബണിൽ നിന്ന് ഞങ്ങൾ മെൽബണിയിൽ ദൂരെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മെൽബണിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അന്നേരം പെട്ടെന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും അത് സെല്ലായി എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you on the next one.